വാട്ടർമെലൺ മിൽക്ക് സർബത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഒത്തിരി പേര് ഉണ്ടാക്കി ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് പീനട്ട് കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പൊന്നും ഇല്ലാതെ വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് ഒരു ചിക്കോട്ട ബനാനയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറുപഴമാണെങ്കിൽ 2 ചെറുപഴം ചേർത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ ഒരു നല്ലൊരു പഴുത്ത ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു പഴമാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 2 കപ്പ് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. അത് മുഴുവൻ നമ്മളിപ്പോൾ ഒഴിക്കുന്നില്ല, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതി, ഒന്ന് അരയാൻ പാകത്തിനുള്ളത്. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചതിലേക്ക് ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ നല്ല തണുത്ത പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് കട്ടയായ പാലാണെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള ഷേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടി കുറേ നീളമുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് മേലെ കുറച്ച് കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കഴിക്കുന്ന നേരത്ത്, സെർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ കോൺഫ്ലേക്സ് കുതിർന്നു പോവും. ഇതിലേക്ക് കുറച്ച് പീനട്ട്സ് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഞാൻ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഷേക്ക് കുടിക്കുമ്പോൾ അതിനിടയിൽ ഈ പീനട്ട്സ് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് സെർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ ന്യൂട്രീഷ്യസുമായിട്ടുള്ളൊരു നല്ല ഒരു ഡ്രിങ്കാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.